ആ പരാമർശത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ റെജിന? ആദ്യ ഭാര്യയുമായ ഗണേഷ് കുമാറിന് പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നോക്കാം. മന്ത്രി ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അതിനാൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നുമായിരുന്നു പിണറായി അന്ന് ആവശ്യപ്പെട്ടത്. മോശം ഭാഷയിലായിരുന്നു പിണറായിയുടെ അന്നത്തെ പ്രതികരണം. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരു കുറ്റവാളിയാണ്. നിസ്സഹായ ഒരു സഹോദരിയെ വഞ്ചിച്ച മനുഷ്യനായിട്ട് ആ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനാണോ? ഇരുന്നുകൂടാ. ഇത്തരത്തിലുള്ള നാറികളെ പേറുന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനല്ല. ഉമ്മൻചാണ്ടി ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ആ സ്ത്രീ ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ ഭാഗമായി സമീപിക്കുന്നത് പിതൃതുല്യനായ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. അത് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി കാണുന്നതല്ല. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ ഒരു പൗരനെയല്ല, മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ആ സ്ഥാനത്തെയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ പോയി കാണുന്നത്. ആ പരാതി തിരിച്ചു കൊടുത്ത് ആ പരാതി സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ച് പരാതി വാങ്ങിയതിനു ശേഷം അതിന്റെ തുടർ നടപടികളെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ്. അതിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ഗണേഷ് കുമാർ നമ്മുടെ സമൂഹത്തില് വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷമാണല്ലോ നേരിട്ടത്. അത് അദ്ദേഹം തന്നെ വരുത്തി വെച്ച കാര്യമാണല്ലോ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാകാനേ പറ്റില്ല. അപ്പോൾ പൊതുപ്രവർത്തകനാകാനുള്ള ഒരു യോഗ്യതയും ഇന്ന് അദ്ദേഹത്തിനില്ല. അതാണ് യഥാർത്ഥ വസ്തുത. ഈ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഗണേഷ് കുമാറിന്റെ ഭാര്യ ചെന്ന് പരാതിപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ എഴുതിയ പരാതി 5 പേജാണെന്ന് വരെ പറയുന്നുണ്ട്. ആ എഴുതിയ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയെന്നും പ്രസ്താവിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ പരാതി അദ്ദേഹം എന്തു ചെയ്തു? എന്റെ കയ്യിൽ പരാതിയില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി UDF കൺവീനർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായി.